ഹെഡ് ഷെഫ് തന്റെ അസിസ്റ്റന്റ് ഉണ്ടാക്കിയ ഡിഷ് എടുത്ത് വായിൽ വെച്ചതും അത് മെനുവിൽ ആഡ് ചെയ്യേണ്ടെന്ന് പറയുന്നു. കാരണം അതിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്താനുണ്ട്. പക്ഷെ ടീന അദ്ദേഹം പറയുന്നത് കേൾക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമറിന് അത് സെർവ് ചെയ്യുന്നു. പക്ഷെ ആ കസ്റ്റമർ ഫേമസ് ആയ ഒരു ഫുഡ് ക്രിട്ടിക്കാണെന്ന് അവൾക്കറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ക്രിട്ടിക്ക് ടീനയുടെ ഡിഷിനെ പ്രശംസിച്ച് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നു. അത് കണ്ടതും അവൾക്ക് ഹെഡ് വെയിറ്റ് വരുന്നു. പക്ഷെ ഹെഡ് ഷെഫ് അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ജോലിയിൽ ഫോക്കസ് ചെയ്യുന്നു. കാരണം കുറച്ച് സമയത്തിൽ അവരുടെ ഓൺലൈൻ ഡെലിവറി സിസ്റ്റം ഓപ്പൺ ചെയ്യണം. അതുകൊണ്ട് അദ്ദേഹം ടീനയെ അവളുടെ പ്ലേസിൽ പോയി നിൽക്കാൻ പറയുന്നു. ഓൾറെഡി ഹെഡ് വെയിറ്റ് ആയിരുന്ന ടീന വെപ്രാളത്തിൽ ഓർഡർ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ മറക്കുന്നു. കുറച്ച് സമയത്തിൽ തന്നെ 100 കണക്കിന് ഓർഡർ വന്ന് അവർ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങുന്നു. എന്നാലും ഹെഡ് ഷെഫ് കഴിയുന്നത്ര ക്ഷമയോടെ ഇരുന്ന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സ്റ്റാഫുകൾക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം ടീന അവൾ ചെയ്ത പ്രശ്നം ശരിയാക്കാമെന്ന് പറഞ്ഞ് കൂടുതൽ വഷളാക്കുന്നു. അതുകൊണ്ട് ദേഷ്യം വന്ന ഷെഫ് അവളെ കിച്ചണിലേക്ക് പോകാൻ പറയുന്നു. നോക്കുമ്പോൾ അവൾ കാരണം കിച്ചണിലും പ്രോബ്ലംസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ക്ഷമ നശിച്ച് ഓരോ സ്റ്റാഫായി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അത് കണ്ട് ടീനയും ജോലി റിസൈൻ ചെയ്തു പോകുന്നു. കുറച്ച് സമയത്തിൽ തന്നെ ഷെഫ് ബില്ല് ചെയ്ത് ഡെലിവറി സിസ്റ്റം കൊളാപ്സ് ആയി ഒരു കസ്റ്റമറിന് പോലും ഓർഡർ ചെയ്തത് കിട്ടാതാവുന്നു. അതുകൊണ്ട് ഷെഫ് തകരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വർഷങ്ങളായുള്ള സ്വപ്നം ഒറ്റ ദിവസം കൊണ്ട് തകർന്നു വീണിരിക്കുന്നു. പക്ഷെ അടുത്ത ദിവസം അദ്ദേഹം റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ സ്റ്റാഫുകൾ അവിടെ എത്തിയിരിക്കുന്നു. അവർ പരസ്പരം താങ്ക്സോ സോറിയോ പറയാതെ വേഗം തന്നെ റെസ്റ്റോറന്റ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. എന്നാലും കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നം കാരണം ഷെഫിന് വലിയൊരു നഷ്ടമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ബാക്കിയുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ഫെയർവെൽ മീൽ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. നോക്കുമ്പോൾ ഒരു ടൊമാറ്റോ ക്യാനിൽ നിന്ന് ഒരു കെട്ട് ഡോളർ പുറത്തു വന്നു വീഴുന്നു. അത് കണ്ട് ഷോക്കായ ഷെഫ് എല്ലാ ക്യാനും ഓപ്പൺ ചെയ്യാൻ പറയുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ മരിക്കുന്നതിന് മുൻപ് അവിടെ വലിയൊരു എമൗണ്ട് മറച്ചു വെച്ചിരുന്നു. അവസാനം ആ ഫെയർവെൽ ഡിന്നർ ഒരു പുതിയ തുടക്കത്തിന്റെ സെലിബ്രേഷനായി മാറുന്നു.